Next topic, issues related to food security. ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. India at present finds itself in the midst of a paradoxical situation. Endemic mass hunger coexisting with the mounting food grains stock. The food grains stock available at Food Corporation of India stands at an all-time high of 62 million tons against an annual requirement of around 20 million tons for ensuring food security. The paradox lies in the inherent flaws in the existing policy and implementation bottlenecks. നമ്മുടെ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വിരോധാഭാസം നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? ഒരു ഭാഗത്ത് നമ്മുടെ FCIയുടെ ഗോഡൌണുകൾ നിറഞ്ഞു കഴിയുമ്പോൾ മറു സൈഡില് വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യം. നമ്മുടെ FCIയുടെ ഗോഡൌണിലുള്ള ഭക്ഷ്യധാന്യ ശേഖരം എന്ന് പറയുന്നത് എല്ലാ കാലത്തെയും ഏറ്റവും ഉയർന്ന നിലയിലുള്ള 62 മില്യൺ ടൺസ് ആണ്. നമുക്കൊരു വർഷം നമുക്ക് എത്ര മതി? 20 മില്യൺ ടൺസ് മാത്രം മതി. എന്നിട്ടും എന്താണ്, നമുക്ക് ദാരിദ്ര്യം മാറ്റാനായിട്ട് സാധിക്കുന്നില്ല, നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ഈ നിലവിലുള്ള നയവും അത് നടപ്പിലാക്കുന്ന കുറെ അപാകതകളാണ് അതിന് കാരണം. ഫുഡ് സെക്യൂരിറ്റി ഇംപ്ലൈസ് access by all people at all times to sufficient quantities of food to lead an active and healthy life. എന്താ ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞാൽ? എല്ലാ ആളുകളെ സംബന്ധിച്ചും എല്ലാ സമയത്തും ഒരു ആരോഗ്യപൂർണമായ ജീവിതം നയിക്കാൻ ആവശ്യമായ ആഹാരം അവർക്ക് ലഭ്യമാവുക, അത് തന്നെയാണ് ഫുഡ് സെക്യൂരിറ്റി അർത്ഥമാക്കുക. This requires not just adequate supply of food at the aggregate level, but also enough purchasing capacity to the individual to demand adequate level of food. ഇവിടെ എന്താണ്? ഭക്ഷ്യധാന്യം മതിയായ തോതിൽ സപ്ലൈ ചെയ്യപ്പെടുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് വാങ്ങാനുള്ള മതിയായ വാങ്ങൽ ശേഷി ആർക്കുണ്ടാകണം? ആളുകൾക്കുണ്ടാകണം. India's food security has an objective to ensure availability of food grains to the common people at an affordable price. നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്ന ലക്ഷ്യം തന്നെ എന്താണ്? സാധാരണക്കാർക്ക് പോലും അവർക്ക് താങ്ങാൻ പറ്റുന്ന വിലയിൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമാക്കുക എന്നത് തന്നെയാണ്. The responsibility for procurement and stocking lies with the FCI and distribution with PDS. ഇന്ത്യയിൽ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം FCIക്കും, അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഉത്തരവാദിത്വം നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിനുമാണ്. The FCI procures food grains from the farmers at a minimum support price. The MSP, that is minimum support price, should ideally be at a level where the procurement by FCI and the offtake from it are balanced. But under continuous pressure from the farmers' lobby, the government has been raising the MSP and it has now become higher than what the market offers to the farmers. അപ്പോൾ നമ്മുടെ FCI കർഷകരിൽ നിന്ന് നേരിട്ട് മിനിമം സപ്പോർട്ട് പ്രൈസ് നൽകിക്കൊണ്ടാണ് ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കുന്നത്. ഇവിടെ FCI ശേഖരിക്കുന്ന ഭക്ഷ്യധാന്യത്തിന് കൊടുക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും മാർക്കറ്റ് ലെവലുമായി കമ്പയർ ചെയ്യപ്പെടേണ്ടതാണ്.
എന്നാൽ നിരന്തരമായിട്ടുള്ള ഫാർമേഴ്സിന്റെ ഭാഗത്തുള്ള നിർബന്ധം അല്ലെങ്കിൽ സമ്മർദ്ദം മൂലം ഗവൺമെന്റ് ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് വർദ്ധിപ്പിക്കുകയും എന്നാൽ ആ വില ഒരുപക്ഷെ മാർക്കറ്റിലുള്ളതിനേക്കാൾ വലിയ വിലയായി മാറുകയും ചെയ്തിട്ടുണ്ട്. To keep food grains prices at affordable levels for the poor, the government has been imposing restrictions on free trade in food grains. സാധാരണക്കാർക്ക് അവർക്ക് താങ്ങാൻ പറ്റുന്ന വിലയിൽ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷ്യധാന്യ ഫ്രീ ട്രേഡിൽ ചില നിയന്ത്രണങ്ങൾ ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. This has suppressed food grains prices in the local market, and as compensation they may provide subsidies on agricultural inputs. അതുകൊണ്ട് തന്നെ ഭക്ഷ്യധാന്യങ്ങളുടെ വില മാർക്കറ്റിൽ ഗവൺമെന്റ് നിയന്ത്രിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ള ഒരു പരിഹാരം എന്ന നിലയിൽ, ഒരു സബ്സിഡി എന്ന നിലയിൽ അഗ്രികൾച്ചറൽ ഇൻപുട്സ് ഒക്കെ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നുണ്ട്. These subsidies have now reached unsustainable levels and also lead to large scale inefficiencies in the use of the scarce resources. ഇന്ന് ഈ സബ്സിഡി എന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്ത നിലയിലേക്ക് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. മുന്നോട്ട് ദീർഘകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ഓവർ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് and water has led to waterlogging, salinity, depletion of vital micronutrients in the soil. അമിതമായ കീടനാശിനിയുടെയും രാസവളത്തിന്റെയും ഉപയോഗങ്ങൾ നമ്മുടെ മണ്ണിന്റെ ഉപ്പിന്റെ അംശം വർദ്ധിക്കാനൊക്കെ നമ്മുടെ മണ്ണിലെ ജൈവാംശവും സൂക്ഷ്മാണുക്കളൊക്കെ നഷ്ടപ്പെടാനൊക്കെ കാരണമായിട്ടുണ്ട്. അത് reduces fertility and productivity in agriculture. കാർഷിക മേഖലയില് അതിന്റെ ഫെർട്ടിലിറ്റിയും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയും കുറയാൻ കാരണമായിട്ടുണ്ട്. The people are divided into two categories, BPL and APL, with the issue price being different from each category. But this categorization is imperfect and a number of deserving poor have been excluded from the BPL fold. Moreover, some of the so-called APL slip back to BPL. നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളെ രണ്ട് കാറ്റഗറി തിരിച്ചിട്ടുണ്ട്, BPL-ഉം APL-ഉം. അപ്പൊ രണ്ടുപേർക്കും കൊടുക്കുന്ന വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് വാങ്ങുന്ന വില വ്യത്യസ്തമാണ്. പക്ഷെ ഇത് പലപ്പോഴും ഈ ക്ലാസിഫിക്കേഷൻ എന്താണ് പെർഫെക്റ്റ് അല്ല. കാരണം പലപ്പോഴും അർഹതയുള്ള ഒരുപാട് പാവങ്ങള്, സാധുക്കളായ ആളുകൾ, ദരിദ്രരായ ആളുകൾ BPL ലിസ്റ്റിന് പുറത്തു പോവുകയും APL-ഉള്ള പലരും ഇതിനകത്ത് കയറി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇപ്പോൾ APL ആണെങ്കിൽ നാളെ ചിലപ്പോൾ BPL-ആകുന്ന ആളുകൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. To reduce fiscal deficit, the government has sought to curtail the food subsidy bill by raising the issue price of food grains and linking it to the economic cost at which the FCI supplies food grains to the PDS. നമുക്കറിയാം, വർദ്ധിച്ചു വരുന്ന ഗവൺമെന്റിന്റെ ധനക്കമ്മി അത് മറികടക്കാനായിട്ട് ഫുഡ് സബ്സിഡി കുറയ്ക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ FCI വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവർ PDS-ന് കൊടുക്കുന്ന വില എന്ന് പറയുന്നത് അവര് മാർക്കറ്റിൽ കർഷകരിൽ നിന്ന് വാങ്ങുന്ന, അവർക്ക് കർഷകർ കൊടുക്കുന്ന വില ചുമത്തുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? PDS-ലൂടെ വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യത്തിന്റെ വില കൂടിയിട്ടുണ്ട്. This has pushed the issue price to APL category higher than the market rates and to BPL category beyond their purchasing power, resulting in low offtake from PDS. ഇതെന്ന് സംഭവിച്ചെന്താണ്? ഇതിലൂടെ APL കാറ്റഗറി കൊടുക്കുന്ന ഭക്ഷ്യധാന്യത്തിന്റെ വില മാർക്കറ്റ് വിലയേക്കാൾ കൂടുകയും BPL കൊടുക്കുന്ന ഭക്ഷ്യധാന്യത്തിന്റെ വില അവരുടെ വാങ്ങൽ ശേഷിക്ക് അപ്പുറമാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? PDS ഇന്ന് ആളുകൾ വാങ്ങുന്ന സാധനത്തിന്റെ അളവ് കുറഞ്ഞു. Also, the low quality of PDS food grains and the poor service at PDS shops have forced many people to switch over to market which offers better quality grains, allows purchase on credit and ensures flexibility to purchase on small quantities. നമുക്കറിയാം, നമ്മുടെ PDS-ലൂടെ വിതരണം ചെയ്യുന്ന ഭക്ഷ്യധാന്യത്തിന്റെ ഗുണമേന്മ വളരെ കുറവാണ്. അതുകൊണ്ട് പല ആളുകളും PDS വിട്ടുകൊണ്ട് പൊതു മാർക്കറ്റിനെ ആശ്രയിക്കുന്നു. അവിടെ ലഭിക്കുന്ന ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി കൂടുതലാണ്,
അവർക്ക് വേണമെങ്കിൽ കടം കിട്ടും, അതുപോലെ എന്താണ് ചെറിയ ക്വാണ്ടിറ്റി വാങ്ങാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, അതിന് കുഴപ്പമൊന്നുമില്ല. ഓൾസോ ദ ഹൈ പ്രൈസ് ലോ ക്വാളിറ്റി ഇന്ത്യൻ റൈസ് ആൻഡ് വീറ്റ് ഫൈൻഡ് ലിറ്റിൽ പ്ലേസ് ഇൻ ദി ഇന്റർനാഷണൽ മാർക്കറ്റ്. മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ഗുണനിലവാരം കുറഞ്ഞ എന്നാൽ ഉയർന്ന വിലയുള്ള അരിയും ഗോതമ്പിനൊന്നും ഇന്റർനാഷണൽ മാർക്കറ്റിൽ വലിയ സ്ഥാനമില്ല. ദ റിസൾട്ട് ഈസ് ബൾജിങ് സ്റ്റോക്സ് വിത്ത് ദി FCI മിഡ്സ്റ്റ് സ്റ്റാർവേഷൻ. എന്താണ് ഇവിടെ പട്ടിണി കിടക്കുമ്പോഴും ഒരു ഭാഗത്ത്, പട്ടിണി കിടക്കുമ്പോഴും മറുഭാഗത്ത് FCI ഗോഡൌണുകൾ നിറഞ്ഞു കവിയുന്ന സാഹചര്യമാണ് അത് ഉണ്ടാക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഓക്കെ.